ഇന്ത്യക്ക് വേണ്ടി റഷ്യയും യുക്രൈനും ഒരുമിച്ചു. ഇരു രാജ്യങ്ങളും നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഇന്ത്യക്ക് കൈമാറി. 2016 ഇന്ത്യ 2 യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഓർഡർ നൽകിയത്. ഇതിലൊന്നായ ഫ്രിഗേറ്റ് INS തുഷിൽ നിർമ്മിക്കാനാണ് റഷ്യയും യുക്രൈനും ഒരുമിച്ചത്. പിന്നീട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും ഇരു രാജ്യങ്ങളും കരാർ ലംഘിച്ചില്ല. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെത്തിയപ്പോൾ റഷ്യ കപ്പൽ ഇന്ത്യക്ക് കൈമാറി. കപ്പലിൻ്റെ പ്രൈമറി എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും യുക്രൈനിലാണ് നിർമ്മിച്ചത്. ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളിലും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യ അത് യുക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിലെത്തിച്ചു. 2 കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന. ഗോവയിലെ കപ്പൽശാലയിലാണ് കപ്പലുകൾ നിർമ്മിക്കുന്നത്. 3900 ടൺ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് തിങ്കളാഴ്ച കലിനിൽ ഗ്രാഡിൽ കമ്മീഷൻ ചെയ്തു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിപുലമായ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സുരക്ഷ, ബഹിരാകാശ പര്യവേഷണം, തീവ്രവാദ വിരുദ്ധത തുടങ്ങിയ മേഖലകളിൽ പരസ്പരമുള്ള വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി ഇന്ത്യയും റഷ്യയും സഹകരണത്തിൻ്റെ പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. INS സുഷിൽ ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച യുദ്ധക്കപ്പലുകളുടെ പട്ടികയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ള കപ്പലിൽ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, മെച്ചപ്പെട്ട ശ്രേണിയിലുള്ള സർഫേസ് ടു സർഫേസ് മിസൈൽ, നവീകരിച്ച മീഡിയം റേഞ്ച് ആൻറ്റി എയർ ഉപരിതല തോക്കുകൾ എന്നിവയുൾപ്പെടെ വിപുലമായ ആയുധങ്ങളാണുള്ളത്. നിയന്ത്രിത ക്ലോസ് റേഞ്ച് റാപ്പിഡ് ഫയർ ഗൺ സിസ്റ്റം, ആൻറ്റി സബ്മറൈൻ ടോർപിഡോകളും റോക്കറ്റുകളും, നൂതന ഇലക്ട്രോണിക് യുദ്ധവും ആശയവിനിമയവും കപ്പലിലുണ്ട്.